KKRന്റെ ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ നിൽക്കുന്ന ആരാധകർ പോലും സങ്കടപ്പെട്ടു. അത്രയ്ക്ക് ദയനീയമായ അവസ്ഥ. മറുസൈഡ് CSK ആണെങ്കിൽ അവരുടെ തുടർച്ചയായ രണ്ടാമത്തെ വിജയം കൂടെ നേടിയിരിക്കുകയാണ്. ചെപ്പോക്കിൽ ടോസ് ലഭിച്ച KKR CSK ബാറ്റിംഗ് നയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബാറ്റിംഗ് ഇറങ്ങിയ CSKക്ക് പതിവ് പോലെ തന്നെ ഋതുരാജിനെ നേരത്തെ നഷ്ടമായി. വേസ്റ്റ് എന്ന് പറയേണ്ടി വരും. ബാറ്റിംഗിൽ ഒരു തേങ്ങയും പുള്ളിക്കാരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. എന്നാൽ സഞ്ജുവിന്റെയും ബ്രെവിസിന്റെയും ആയുഷ് മാത്രയുടെയൊക്കെ ആ ഒരു ബാറ്റിംഗ് മികവിൽ 192 എന്നൊരു ഡീസന്റ് സ്കോറിലേക്ക് എത്തുവാൻ CSKക്ക് സാധിച്ചെങ്കിലും അതൊരു വിന്നിംഗ് സ്കോർ ആണെന്ന് പലർക്കും സംശയം ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ CSK ഈസി ആയിട്ട് 200, 220, 230 ഒക്കെ കടക്കുമെന്ന് നമ്മളെല്ലാവരും വിചാരിച്ചു. കാരണം അജാതി ബാറ്റിംഗ് ആയിരുന്നു പവർ പ്ലേയിലൊക്കെ നമ്മൾ കണ്ടത്. എന്നാൽ നമ്മുടെ കാർത്തിക് തിയാഗിയും സുനിൽ നരേനും ഒക്കെ വന്നിട്ട് ഭയങ്കര രീതിയിൽ ടൈറ്റ് ചെയ്യുന്നൊരു കാഴ്ച. മിഡ് ഓവേഴ്സിലും എൻഡിലും ഒക്കെ ഭയങ്കര രീതിയിൽ ടൈറ്റായിട്ട് ബോൾ എറിഞ്ഞ് ആ ഒരു സ്കോറിലേക്ക് എത്തുവാൻ CSK തടയുകയാണ് ചെയ്തത്. അങ്ങനെയാണ് റെസ്ട്രിക്ട് ചെയ്ത് 192 എന്ന് പറയുന്ന ഒരു ഡീസന്റ് സ്കോറിലേക്ക്, എന്ന് വെച്ചാൽ ഒരു 50-50 എന്നൊക്കെ പറയാം, വേണേൽ ഒരു 60-40 എന്ന് പറയാം. KKRക്ക് അനുകൂലമായിരുന്നു. പക്ഷേ ബോളിംഗിന്റെ KKRനെ അടപടലം പിടിച്ച് കെട്ടുന്ന കാഴ്ച. നൂർ അഹമ്മദും അഖിൽ ഹുസൈനും അടങ്ങുന്ന സ്പിൻ ഡുവോ നല്ല രീതിയിൽ ബോൾ അറിഞ്ഞ് ടൈറ്റാക്കി. നമ്മുടെ നൂർ അഹമ്മദ് 3 വിക്കറ്റ് ഒക്കെ എടുത്തു, അഖിലിന് 1 വിക്കറ്റ് കിട്ടി. മാത്രമല്ല പേസ് നിരയും കാംബോജും ഖലീലും നല്ല രീതിയിൽ ബോൾ എറിഞ്ഞു. പ്രത്യേകിച്ച് കാംബോജിന്റെ കാര്യം എടുത്ത് പറഞ്ഞേ പറ്റൂ. നല്ല രീതിയിൽ ഡെഡ് ഓവേഴ്സിലൊക്കെ സൂപ്പറായിട്ട് ബോൾ ചെയ്തു. മാത്രമല്ല ഫിന്നലിന്റെ പ്രൈസ് വിക്കറ്റ് എടുത്തതും കാംബോജാണ്. ഒരു അണ്ടർ റേറ്റഡ് ബോളറാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ KKRന്റെ ഇന്നിങ്സ് 160 അവസാനിച്ചു. 20 ഓവറിൽ 160 റൺ മാത്രമാണ് അവർക്ക് എടുക്കാൻ സാധിച്ചത്. അങ്ങനെ CSK തുടർച്ചയായ രണ്ടാമത്തെ വിജയം നേടുമ്പോൾ ഈ സീസണിൽ ഒരു വിജയം പോലും നേടാൻ കഴിയാതെ KKR പോയിന്റ്സ് ടേബിളിന്റെ അറ്റത്ത് അടിമട്ടായിട്ട് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ അവസരത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കമ്പോജിന്റെ കാര്യം മാത്രമല്ല, ഞാൻ CSK ഫാനാണ്. പക്ഷേ KKRന് വേണ്ടി ബോൾ ചെയ്ത കാർത്തിക് തിയാഗിയുടെ ബോളിംഗ്, എജാതി ബോളിംഗ്, നല്ല പേസ് ഉണ്ട്, നല്ല ലൈൻ ആൻഡ് ലെങ്ത്. ഡെത്ത് ഓവേഴ്സിലൊക്കെ മൊത്തം യോർക്കേഴ്സ് ആണ്. പുള്ളിക്കാരൻ ബ്ലോക്ക് ഹോളിലാണ് എറിയുന്നത്. നല്ലൊരു പ്ലെയർ ആണ്. എടുത്തുകൊണ്ട് വരിക. ഇന്ത്യൻ ടീമിലേക്ക് ഒരു വലിയ പാത പുള്ളിക്കാരൻ തുറന്നു കിടക്കുന്നു. എന്തായാലും പുള്ളിക്ക് ഇനിയും പുള്ളിയുടെ ആ ഒരു ബോളിംഗ് മികവ് തുടരാൻ സാധിക്കട്ടെ. പരിക്കുകളൊന്നും ഇല്ലാതെ സ്ഥിരതയോടെ എറിയാൻ സാധിക്കട്ടെ. അങ്ങനെ ഇന്ത്യൻ ടീമിലേക്ക് മറ്റൊരു കുന്തമുന കൂടെ നമുക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അങ്ങനെ CSK ഒരു കളി പോലും ജയിക്കുന്നില്ലല്ലോ എന്നുള്ള സംശയമുള്ള എല്ലാ ഉണ്ണാക്കന്മാരുടെയും വായിലും മറ്റൊരടിച്ച ഗെയിമാണ് നമ്മൾ ഇന്ന് കണ്ടത്. സോ இந்த ஆட்டம் போதுமா இன்னும் கொஞ்சம் வேணுமா?